ഇടുക്കി പീരുമേട്ടിൽ PWD റോഡ് അടച്ചുകെട്ടി NGO യൂണിയന്റെ സമ്മേളനം. പീരുമേട് തോട്ടപ്പുര റോഡ് കെട്ടിയടച്ചാണ് സമ്മേളനത്തിനായി വേദി ഉണ്ടാക്കിയത്. പോലീസ് സംരക്ഷണയിലായിരുന്നു റോഡ് അടച്ചുകെട്ടിയുള്ള NGO യൂണിയന്റെ സമ്മേളന പരിപാടി. പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയെടുക്കാൻ കൂട്ടാക്കിയില്ല എന്നും ആക്ഷേപമുണ്ട്. സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ പീരുമേട് തോട്ടപ്പുര റോഡ് കെട്ടിയടച്ച ഇത്തരത്തിൽ NGO യൂണിയൻ സമ്മേളനം നടത്തിയത്. പ്രധാനമായും ഈ റോഡ് എന്ന് പറയുന്നത് ഈ സിവിൽ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ പീരുമേടുള്ള സർക്കാർ സ്ഥാപനങ്ങളിലേക്കെല്ലാം തന്നെ ആളുകൾ കാൽനടയായി പോയിരുന്ന ഒരു റോഡാണ്. മുൻപൊക്കെ ഇവിടെ ഈ ഒരു സമ്മേളനങ്ങൾക്ക് വേണ്ടി വേദി കെട്ടുമായിരുന്നെങ്കിൽ പോലും ഒരു ഓട്ടോറിക്ഷ കടന്നു പോകാനുള്ള ഒരു സ്ഥലം വിട്ടതിന് ശേഷം മാത്രമേ വേദി ഉണ്ടാക്കിയിരുന്നുള്ളൂ. അത്തരത്തിലാണ് വേദി കെട്ടിയിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഒരു റോഡ് പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ട് ഇന്നലെ ഈ NGO യൂണിയന്റെ സമ്മേളനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സമ്മേളനം അവസാനിപ്പിച്ച് ഈ വേദി അഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് നേതൃത്വം ആദ്യഘട്ടം മുതൽ ഇതിൽ വേണ്ട ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ പരാതി എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നൊരു ആക്ഷേപമാണ് പ്രധാനമായും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് പീരുമേട് CIയുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേസെല്ലാം ഒത്തുതീർപ്പായെന്നും അതുപോലെ തന്നെ പരാതി പിൻവലിച്ചിട്ടുണ്ട്, തങ്ങളുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ റോഡ് കെട്ടിയടച്ച് ഈ ഒരു വേദി ഉണ്ടാക്കിയതുമെന്നുള്ള ഒരു വിശദീകരണമാണ് പീരുമേട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അതിനുശേഷം നമ്മൾ പരാതിക്കാരനോട് സംസാരിച്ചപ്പോൾ പരാതി പിൻവലിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായ സാഹചര്യത്തിൽ SP അടക്കം പരാതി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളതെന്നുമാണ് പരാതിക്കാരനും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ റോഡ് അടച്ചതോടുകൂടി ഏകദേശം ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, ഏകദേശം 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഈ സഞ്ചാര സ്വാതന്ത്ര്യം കൂടെ നിഷേധിക്കുന്ന നിലപാടിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള യൂണിയനുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം അതിന് പോലീസ് കുട പിടിക്കുകയും ചെയ്യുന്നു. പണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും സുബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഓട്ടോക്കെങ്കിലും പോകാൻ കഴിയുമായിരുന്നു. ഇവിടെ എത്ര ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള യാത്രകൾ വേണ്ടി വന്നിട്ടുണ്ടാവും. അതൊക്കെ തന്നെ തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്തത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്നുള്ളത് PWD റോഡാണ് കെട്ടിയടച്ച ഇത്തരത്തിലൊരു വേദി, ഒരു സ്റ്റേജ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു കാരണവശാലും നടത്താൻ പാടില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു തരത്തിലും അനുമതി ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് PWD റോഡിൽ ഇത്തരത്തിൽ പൂർണ്ണമായും അടച്ചു കെട്ടിയുള്ള ഈ വേദി ഉണ്ടാക്കിയുള്ള സമ്മേളന പരിപാടികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾക്ക് യാതൊരു തരത്തിലും അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതല്ല. പക്ഷേ ഇവർക്ക് ഏത് തരത്തിലാണ് ഈ ഒരു അനുമതി ലഭിച്ചതെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തതയുള്ളത്. പോലീസ് പറയുന്നത് പോലീസ് ഈ ഒരു അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു റോഡ് അടച്ചുകെട്ടി ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത്. അതായത് പ്രധാനമായും ഈ റോഡിന്റെ ഇരുവശങ്ങളുമായി ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് വൃദ്ധരും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി അവിടെ എത്തിയെങ്കിൽ പോലും അങ്ങോട്ട് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം, ഓട്ടോ പോലും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കിലോമീറ്ററുകളോളം ചുറ്റി, അല്ലെങ്കിൽ കൂടുതൽ ഓട്ടോക്കൂലി പോലും കൂടുതൽ നൽകി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തത്. പക്ഷേ ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉയരുമ്പോഴും പരാതികൾ നൽകുമ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് കേസെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ് പരാതിക്കാർ എടുത്തു പറയുന്നത്. പോലീസിന് സ്വമേധയാ പോലും കേസെടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ NGO യൂണിയൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ പോലും ഈ NGO യൂണിയന് വേണ്ട സംരക്ഷണം ഒരുക്കുകയും അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുമാണ് ഇപ്പോഴും പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി.